श्रीनिवास दूसरा दिवस एक मिनट क्यों कर रहे हो? നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഉണ്ടായ കോലാഹലമാണ് നമ്മളിത് കണ്ടത്. ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. സത്യത്തിൽ ഇത് ആരുടെ കേസാണ്? സോണിയയുടെയും രാഹുലിൻ്റെയുമോ അതോ കോൺഗ്രസിൻ്റെയോ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചതിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടികൾക്ക് വിധേയരാകാൻ തുടങ്ങിയതോടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടികളെ രാജ്യമാകെ ഇടതുപക്ഷവും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും രൂക്ഷമായി എതിർക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ BJPക്കൊപ്പം ചേർന്ന് EDയെ വെള്ളപൂശുമ്പോഴാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുലിൻ്റെയും സോണിയാഗാന്ധിയുടെയും ഉൾപ്പെടെ 700 കോടിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇവിടെ വരെ എത്തുമ്പോൾ കള്ളപ്പണം വെളുപ്പിച്ച കേസിലെ പ്രതികൾക്ക് രാഷ്ട്രീയ പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് പാർട്ടി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഈ സോണിയയും രാഹുലും കോൺഗ്രസ്സുകാരല്ലേ? അവരുടെ സ്വത്ത് ED കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് ഉത്തരം പറയണ്ടേ? സോണിയയും രാഹുലും പടിക്ക് പുറത്താകുമോ? രാജിവെക്കണ്ടേ രാഹുൽ ഗാന്ധി? ഒപ്പം സോണിയയും രാഹുലും പടിക്ക് പുറത്താകുമോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചോദിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ എന്നിവർ. ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ രാഹുൽ ഗാന്ധിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും സോണിയാഗാന്ധിയുടെയും മോട്ടിലാൽ വോറ ഉൾപ്പെടെയുള്ളവരുടെ പേരിലുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടിയുമായി ED മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ നോട്ടീസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കൈരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം. നാഷണൽ ഹെറാൾഡ് കേസിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ED നടപടി ആരംഭിച്ചത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ബന്ധമുള്ള 700 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് ED നീക്കം തുടങ്ങി. ലക്നൗ, മുംബൈ, ദില്ലി എന്നിവിടങ്ങളിലെ വസ്തുക്കൾക്ക് പുറമെ ദില്ലി ബഹാദൂർ ഷാ സഫർ മാർഗിലെ ഹെറാൾഡ് ഹൗസും കണ്ടുകെട്ടും. ഏപ്രിൽ 11 AJL സ്വത്തുക്കൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ അധികാരപരിധിയിലുള്ള ദില്ലി, മുംബൈ, ലക്നൗ എന്നിവിടങ്ങളിലെ രജിസ്ട്രാർമാർക്ക് ED നോട്ടീസ് അയച്ചു. ജവഹർലാൽ നെഹ്റു 1937 സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിനെ യങ് ഇന്ത്യൻ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതിയും വഞ്ചനയുമുണ്ടെന്നാരോപിച്ച് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമി പരാതി നൽകിയതാണ് കേസിന് തുടക്കം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ചേർന്ന് യങ് ഇന്ത്യൻ വഴി 50 ലക്ഷം രൂപയ്ക്ക് AJLന്റെ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നാണ് ആരോപണം. 2021 കേസ് ED ഏറ്റെടുത്തത്. പിന്നീട് ED റെയ്ഡുകൾ നടത്തുകയും നിരവധി രേഖകൾ കണ്ടെത്തിയതായി അവകാശപ്പെടുകയും ചെയ്തിരുന്നു. കേസിൽ രാഹുൽ ഗാന്ധിയെയും ED നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ EDയുടെ ഇപ്പോഴത്തെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷത്തെ കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. ശ്രീ N ശ്രീകുമാർ, ഇപ്പോൾ ഇത്തരം കേസുകൾ വരുമ്പോൾ EDയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികളോ ഒക്കെ ആർക്കെങ്കിലും എതിരെ കേസുകളുമായി വരുമ്പോൾ ആദ്യം ഇപ്പോൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. അതുതന്നെ ഞാൻ താങ്കളോടും ഈ കാര്യത്തിൽ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ സ്വത്തുവകകളാണ് ഈ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇപ്പോൾ കണ്ടുകെട്ടാൻ പോകുന്നത്.
രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എങ്ങനെ ഈ സ്വത്തുവകകൾക്ക് ഉടമകളായി എന്നുള്ളതാണല്ലോ അന്വേഷിച്ചത്. അങ്ങനെ ഇപ്പോൾ ഡൽഹിയിലും മുംബൈയിലും ലക്നൌവിലുമുള്ള സ്വത്തുവകകളാണ് ഇപ്പോൾ കണ്ടുകെട്ടുന്നത്. ഇത് ഏതാണ്ട് 2000 കോടി രൂപയ്ക്കുള്ള സ്വത്താണ്. അത് 50 ലക്ഷം രൂപ മാത്രം മുടക്കി രാഹുലും സോണിയയും ഒക്കെ കൈക്കലാക്കി എന്നുള്ളതാണല്ലോ ഈ കേസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എന്ത് വക ഉപയോഗിച്ചാണ്, ഏത് സോഴ്സ് ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഈ സ്വത്തുവകകൾ കൈക്കലാക്കിയത്? നോക്കൂ ഡോക്ടർ ലാലെ, ഈ സ്വത്തുവകകളൊന്നും ആരും കൈക്കലാക്കിയിട്ടൊന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുഖപത്രത്തിൻ്റെ സ്വത്താണിത്. ഇത് ED അന്വേഷണം നടത്തി 50 മണിക്കൂറൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ ചോദ്യം ചെയ്ത് ഒരു കേസ് ഉണ്ടാക്കിയെടുത്ത് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെ നേരിടാമെന്നൊരു ധാരണയാണ് അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റ തിരിച്ചടിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായ മുന്നേറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു പാർട്ടിയുടെ പത്രവും ആ പത്രത്തിൻ്റെ ബന്ധപ്പെട്ട സ്വത്തും അതിൻ്റെ പേരിൽ ഏതെങ്കിലും നിയമ നടപടിയോ എല്ലാം സ്വീകരിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ട് നീങ്ങാം എന്നൊരു ധാരണ BJPക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതവർ നടത്തട്ടെ, അതിന് നിയമപരമായിട്ട് ഇപ്പുറത്തും നേരിടാം. പക്ഷേ ഇതിൽ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചിട്ട് കോൺഗ്രസ് നേതാക്കളെയും ദേശീയ തലത്തിൽ ഇടതുപക്ഷ നേതാക്കളെയും അതുപോലെ BJPയുടെ വിമർശകരെയും ഒക്കെ നേരിടുന്ന ഒരു ഘട്ടമുണ്ട്. അതിനൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ EDയുടെ വരവ് അനിവാര്യവുമാണ്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ട് EDയെ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് അത് വളരെ രൂക്ഷമായ രീതിയിൽ ആ പാർട്ടികൾ പ്രതികരിക്കുക. ഇവിടെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ED അവരെ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോൾ ഡൽഹി സ്തംഭിച്ച കാര്യമൊന്നും നമ്മൾ മറക്കാറായിട്ടില്ല. ഇതിൽ പശ്ചാത്തലം ഒരുപാട് കഥകളുണ്ട്, അപ്പോൾ അതിലേക്ക് പോകാനുള്ള സമയമില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായ ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന് പിരിച്ചെടുത്ത പണം കൊണ്ടുണ്ടാക്കിയ അസോസിയേറ്റഡ് ജേർണൽസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ പത്രമാണ് നാഷണൽ ഹെറാൾഡ്. ആ പത്രം ഇന്നും ഭംഗിയായിട്ട് ഇറങ്ങുന്നുണ്ട്, ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അതിൽ നല്ലൊരു ലേഖനം മല്ലിക സാരാഭായിയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് അവർ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഇൻ്റർവ്യൂ, അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പത്രം, BJPയെ വിമർശിക്കുന്ന ഒരു പത്രത്തെ കെട്ടുകെട്ടിക്കുക എന്നുള്ള ഒരു താല്പര്യം ഒരുപക്ഷെ BJPക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് സ്വത്ത് കണ്ടുകെട്ടെന്ന് പറഞ്ഞത്. സ്വത്ത് കണ്ടുകെട്ടട്ടെ, കാരണം ഇത് അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതുപോലെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ സാധാരണ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഇത്തരം കേസുകൾ വന്നാൽ മറ്റ് എതിർ രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് സേവനം കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പണം നേടിയത്, എന്ത് പൈസ എവിടെ നിന്ന് കയ്യിൽ നിന്ന് കിട്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ വാങ്ങിയത് എന്നൊക്കെയാണല്ലോ. അതേ ചോദ്യം ഞാൻ ഈ കേസിൽ ചോദിക്കുകയാണ്, ഞാനൊന്ന് ഉന്നയിച്ച് നോക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും അവർക്ക് അനധികൃതമായ സ്വത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ, അവർ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ പറയുന്ന സ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടുന്നത്. 700 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയാണ്. ഇത്രയും സ്വത്തുക്കൾ അവരുടെ കയ്യിലേക്ക് എങ്ങനെ വന്നു എന്നത് പറയണ്ടേ? ഇത് താങ്കൾ പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര സമര സേനാനികളിൽ നിന്നൊക്കെ പിരിച്ചെടുത്തുണ്ടാക്കിയ ഒരു പത്രത്തിൻ്റെ സ്വത്തുവകകളാണല്ലോ. അതെങ്ങനെയാണ് നിയമപരമല്ലാത്ത രീതിയിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കയ്യിലേക്കൊക്കെ എത്തിയത്? പരസ്യമായ ഒരു നിയമലംഘനവും നടത്താതെ യഥാർത്ഥ നിയമത്തിൻ്റെ വഴിയിലൂടെ ആണ് കമ്പനി നിയമ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ചർച്ച നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അക്കാലത്തെ പ്രസിഡൻറ്റും അതുപോലെ ഭാരവാഹികളൊക്കെ ആയിരുന്ന സോണിയാഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ സ്വത്ത് അവരെ ഒരു ട്രസ്റ്റിൻ്റെ പേരിലേക്കാക്കിയത്. ഇത് പലിശരഹിത വായ്പ. അത് ഒരു കഥയുണ്ട് എൻ്റെ ലാലതിൻ്റെ പിന്നിൽ.
പലിശ മേടിക്കാതെ ഈ അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് എന്ന സ്ഥാപനത്തിന് 50 കോടി രൂപ കൊടുത്ത് ആ പത്രം ഒന്ന് നിലനിൽക്കാൻ വേണ്ടി ശ്രമിച്ച് അതിനുശേഷം അത് തിരിച്ചടയ്ക്കാൻ പറ്റാതായപ്പോൾ യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയുടെ പേരിലാണ് ഈ സ്വത്ത്. അല്ലാണ്ട് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഒന്നും വാങ്ങിച്ചതല്ലത്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ല, അത് ഈ പറയുന്ന താങ്കൾ പറഞ്ഞത് 50 കോടിയാണ്, പക്ഷെ 90 കോടിയിൽ പരം രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 90 കോടിയിൽ പരം രൂപ കോൺഗ്രസ് പാർട്ടി ഈ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന് കൊടുത്ത് ഈ പത്രം ഇറക്കാൻ വേണ്ടി കൊടുത്ത പൈസ എങ്ങനെയാണ് യങ് ഇന്ത്യ കമ്പനിയിലേക്ക് വന്നത്? അത് നിയമപരമാണോ? എന്നിട്ട് ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ ലോണായി എടുത്ത് നൽകിക്കൊണ്ട് ഈ പറയുന്ന സ്വത്തുവകകളൊക്കെ ഈ യങ് ഇന്ത്യ കമ്പനിയിലൂടെ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മോട്ടിലാൽ വോറ, സാം പിട്രോഡ, സുമൻ ദുബെ ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിലേക്ക് എങ്ങനെയാണ് എത്തിയത്? നോക്കൂ ഡോക്ടർ ലാലെ, നിങ്ങളിത് മനസ്സിലാക്കൂ. ഇവരൊക്കെ പാർട്ടി നേതാക്കളാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു സോണിയാഗാന്ധി. അതായത് ഇത് നിങ്ങൾ പറഞ്ഞ 50 കോടി അല്ല, ശരിയാണ്, 90 കോടിയാണ്. ഈ 90 കോടി എന്നുള്ളത് വായ്പ പലിശരഹിത വായ്പയാണ്, അല്ലാണ്ട് കാശുണ്ടാക്കാൻ വേണ്ടി കൊടുത്തതല്ല. അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഒരു പാർട്ടിക്ക് ഇങ്ങനെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കമ്പനിക്ക് പണം നൽകാൻ ഏത് നിയമമാണ്? കമ്പനിക്കാരുടെ നിയമമൊക്കെ ആണല്ലോ നമ്മൾ ഇപ്പോൾ ഈ കാലത്ത് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് വായിച്ച് നമ്മൾ പഠിച്ച് അരച്ച് കലക്ക് കുടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ ഏത് വകുപ്പനുസരിച്ചാണ്, ഈ കമ്പനികാര്യ വകുപ്പിലെ ഏത് നിയമത്തിൻ്റെ ഏത് വകുപ്പനുസരിച്ചാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇത്രയും കോടി രൂപ ഇവർക്ക് കൊടുക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ പത്രത്തെ സഹായിക്കാൻ പണം കൊടുക്കാറില്ലേ? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ, അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ പത്രം നടത്താൻ വേണ്ടിയിട്ട് പണം കൊടുത്തു. ആ പണത്തിൻ്റെ കാര്യം അതൊരു കുടുംബ സ്വത്തായിട്ടൊക്കെ വ്യാഖ്യാനിക്കണമെങ്കിൽ വ്യാഖ്യാനിച്ചുള്ള കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ചിന്തയില്ല, വ്യാഖ്യാനവും. പക്ഷേ ഇ.ഡി. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ പോയിരിക്കുന്നത്, ഇ.ഡിയുടെ മുമ്പിൽ പറ്റാതെ പോയിരിക്കുന്നത്, ഈ പണം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ കാര്യങ്ങൾ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഇ.ഡി പറയുമ്പോൾ നമ്മൾ മറ്റു പല കേസുകളിലും അതൊക്കെ വിഴുങ്ങുകയാണല്ലോ. ഇ.ഡി പറഞ്ഞതൊക്കെ നമ്മൾ വിഴുങ്ങുകയാണല്ലോ. അപ്പോൾ ഇതും നമ്മളതുപോലെ നമ്മളത് സ്വായത്തമാക്കണ്ടേ? അല്ല, ലാലിൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ മറന്നിട്ടില്ല. അതായത് ഇ.ഡിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ എന്ത് സേവനം നൽകിയിട്ടാണ് എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട CMRL കേസിൻ്റെ ഒരു ഭാഗമാണത്. അത് എന്ത് സേവനമാണ് നൽകാത്തത് എന്നുള്ള ചോദ്യം രാഷ്ട്രീയമായ ആരോപണമല്ല, അതൊരു ആദായ നികുതി വകുപ്പിൻ്റെ ഒരു ട്രിബ്യൂണൽ കണ്ടെത്തിയ വസ്തുതയാണ്. ആ വസ്തുത സംബന്ധിച്ച കേസ് നടക്കുന്നതുകൊണ്ട് ഇവിടെയും അതുപോലെ ഒരു വസ്തുത കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 2-3 വസ്തുതകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന്, ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചല്ല കോൺഗ്രസ് പാർട്ടി പണം കൊടുത്തിരിക്കുന്നത്. ആ പണം യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ പറയുന്ന കമ്പനി തന്നെ വ്യാജമാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പറയുന്ന പണമൊക്കെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെത്തലാണ്. അവിടെ നേരത്തെ ഒരു കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞ വീണയുടെ കാര്യത്തിൽ കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും കണ്ടെത്തലാണ്. അത് വിശ്വസിക്കാമെങ്കിൽ ഇത് വിശ്വസിക്കണ്ടേ നമ്മൾ? അല്ല, ഇത് രണ്ടും രണ്ടാണ്. ഒന്ന്, ഒരു 2 കമ്പനികൾ തമ്മിലുള്ള തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ട വിഷയമാണ്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പത്രത്തെ പൂട്ടാനായിട്ട്, അതുവഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന സംവിധാനത്തെ തകർക്കാനായിട്ടുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കമാണ്. രണ്ടായിട്ടാണ് കാണുക. ഒന്ന് ബിസിനസ്. ഇത് ബിസിനസ് അല്ലെന്ന് ഞാൻ പറയാൻ കാരണം 90 കോടി രൂപ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വായ്പ അനുവദിച്ചത് പലിശ ഇല്ലാതെയാണ്. അത് ബിസിനസ് ആണെങ്കിൽ പലിശ ഉണ്ടാവുമല്ലോ. ഇല്ല, അത് നിയമപ്രകാരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇ.ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം അനുസരിച്ചല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോട്ടെ, താങ്കൾ ഈ പറഞ്ഞതുപോലെ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റതുപോലെ അല്ല, ഇതുപോലെയാണെന്ന് പറയുമ്പോൾ ഇവിടെ 2 പേർക്കെതിരെ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിക്കുമെതിരെ കേസുണ്ട്. അവർ പ്രതികളാണ് ഈ കേസിൽ. അതേസമയം നിങ്ങളൊക്കെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന മറ്റേ കേസിൽ മുഖ്യമന്ത്രി ഇല്ല. അവിടെ ആകെയുള്ളത് ആ പറയുന്ന കമ്പനി നടത്തുന്ന ആളുടെ പിതാവാണ് മുഖ്യമന്ത്രി എന്നുള്ളത് മാത്രമാണ്. അത് വച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയും
ED തകർക്കാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രീയമായി എന്നാണ് CPM ഉൾപ്പെടെ ഇടതുപക്ഷം ഉൾപ്പെടെ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് അത് വിശ്വാസമില്ല, ഇത് കൃത്യമായി അങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നു. അതെന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അനിൽകുമാറിലേക്ക് പോകാം. അതായത് ഒരു പാർട്ടിയുടെ പത്രവും ആ പത്രത്തിൻ്റെ സ്വത്തും അത് സംബന്ധിച്ച വ്യവഹാരവും ഒന്ന്. ഇപ്പോഴത്തെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും മറ്റൊരു കമ്പനിയും, ആ കമ്പനിയിൽ സർക്കാരിൻ്റെ ഒരു കമ്പനിയുടെ ഓഹരിയുമുണ്ട്. അവർ തമ്മിലുള്ള ഒരു ബിസിനസ് ഇടപാടിൽ ഈ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയ ഒരു വിഷയം, ആ വിഷയത്തിൽ ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ PV എന്ന അക്ഷരത്തിൽ ഞാനല്ല പാർട്ടിയെ തന്നെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ മകളുമായി ബന്ധപ്പെടുത്തി എന്ന ആ ഒരു വിഷയം അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ സംഭവിച്ചു. അതിനെ തുടർന്ന് ഇത് CPMൻ്റെ ഒരു താല്പര്യമാണ് മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കുക എന്നുള്ളത്. ഇടതുമുന്നണിയുടെ നയമല്ലെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മിനിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്. അതായത് അതൊക്കെ നമുക്കറിയാം, ആ വാക്കുകളൊക്കെ നമുക്കറിയാം, വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ പോകേണ്ടതില്ല. പക്ഷെ ഇവിടെയും താങ്കൾ പറയുന്നത് പോലെ ഇവിടെയാണെങ്കിൽ നേരിട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അതിൽ പ്രതികളാണ്. അവർ തന്നെയാണ് ഇതിനകത്ത് പണം ചിലവാക്കിയിരിക്കുന്നത്. നികുതിയുടെ വെട്ടിപ്പ് ഇവിടെയും ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പണം ഇവിടെ യങ് ഇന്ത്യയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നികുതി വെട്ടിച്ചിട്ടുണ്ട് എന്നതാണ് EDയുടെ കണ്ടെത്തൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ആണ് എന്നുള്ളത് പ്രകടമായ കേസുമാണ്. ഇതൊക്കെ അതുമാത്രം രാഷ്ട്രീയ വേണ്ടട്ടേ ആകുന്നു. ഇപ്പുറത്തത് മാത്രം അതങ്ങനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഇക്കാര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളായി നിൽക്കുന്നു എന്നുള്ളിടത്ത് ED 700 കോടിയുടെ ഇവരുടെ ആസ്തികൾ ഇപ്പോൾ കണ്ടുകെട്ടാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്ന് വരുന്ന ഒരു കാര്യത്തിൽ കേരളത്തിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല. പത്രങ്ങളിൽ ഈ വാർത്ത ഇന്ന് മഷീട്ട് നോക്കിയിട്ടും പലയിടത്തും കാണാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങളും ഇതിനെ അങ്ങനെ കാണുന്നില്ലേ? വളരെ ഗൗരവമായി കാണുന്നില്ലേ? എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത് എന്ന് നാട്ടുകാർക്ക് അറിയണ്ടേ? ആദ്യമായിട്ട് ഈ ചർച്ചയിൽ വസ്തുതാപരമായൊരു പെശക് വന്നിട്ടുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനി അവർ സേവനം നൽകിയിട്ടില്ല എന്ന് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിട്ടില്ല. മറിച്ച് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ കമ്പനിയുടെ ഉടമസ്ഥനായ ശശിധരൻ കർത്ത നൽകിയ അഫിഡവിറ്റിൽ പറയുന്നത് മതിയായ സേവനം കിട്ടിയെന്നാണ്. പക്ഷേ ആ അഫിഡവിറ്റ് തള്ളിക്കൊണ്ട് ആ സ്ഥാപനത്തിലെ ജോലിക്കാർ അവരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡിൽ പിടികൂടപ്പെട്ടപ്പോൾ അവരെ മൂലയ്ക്ക് ചാരി അവരുടെ പക്കൽ നിന്നും വ്യാജമായി ഒരു മൊഴി സംഘടിപ്പിച്ചു. പക്ഷേ കമ്പനിയുടെ ഉടമ പറഞ്ഞു മതിയായ സേവനം ലഭിച്ചു. അത് അഫിഡവിറ്റ് ആ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ 2021 ഹാജരാക്കിയിട്ടുണ്ട്. 2021 തന്നെ മതിയായ സേവനം കിട്ടിയിട്ടുണ്ട് എന്ന് കമ്പനി ഉടമസ്ഥർ പറഞ്ഞ കേസാണിത്. നാഷണൽ ഹെറാൾഡ് കേസിലെ പോലെ എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായി ഇവിടെ കണ്ടെത്തപ്പെട്ടിട്ടില്ല. ലാലും അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു അഡ്മിഷൻ വന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് ചെയ്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, മുഖ്യമന്ത്രി ഇപ്പോൾ എന്തോ പുതുതായിട്ട് സമ്മതിച്ചു എന്ന് ശ്രീകുമാർ സാർ പറഞ്ഞു. അതും സത്യവിരുദ്ധമാണ്. ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് കേരള സർക്കാരിനൊരു ബന്ധവുമില്ലെങ്കിലും വീണ വിജയൻ എന്ന് പറയുന്ന ഒരു സംരംഭകൻ നടത്തിയ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പരാമർശം അവിടെ നടത്തി. ഈ പരാമർശം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കേസിൽ കോടിയേരിയുടെ പേരുണ്ടായിരുന്നില്ല. ഇവിടെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന് വീണയെ വിശേഷിപ്പിച്ചത് വഴി തുടക്കം തന്നെ വ്യക്തമായി മുഖ്യമന്ത്രിയിലേക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ലാതെ PV എന്നത് താനാണ് എന്ന് പിണറായി വിജയൻ മാറ്റിപ്പറഞ്ഞു എന്ന തരത്തിലേക്ക് കോൺഗ്രസ്സുകാരും ഇപ്പോൾ ശ്രീകുമാറും പറയുന്ന കാര്യങ്ങൾ കളവാണ്. ഇത് രണ്ടും വസ്തുനിഷ്ഠമായി വസ്തുതാപരമായി ഈ ചർച്ചയുടെ ഭാഗമാക്കണം എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരാമർശമോ അല്ലെങ്കിൽ SFIയോട് കേസോ നാഷണൽ ഹെറാൾഡ് കേസുമായി യാതൊരു താരതമ്യവുമില്ലാത്തതാണ്. രണ്ടും രണ്ടാണ്. വീണ വിജയൻ പ്രതിയായിട്ടുള്ള കേസ്
അവർ വ്യക്തിപരമായി കോടതിയിൽ കൈകാര്യം ചെയ്യും. അതിൽ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സമരം നടത്തുന്ന കോൺഗ്രസിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുകയും ചെയ്യും. BJP പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാനങ്ങളെയും അവിടുത്തെ ഗവൺമെൻറ്റുകളെയും ദുർബലപ്പെടുത്താനുള്ള നീക്കം തന്നെയാണെന്നാണ് LDFൻ്റെയും CPMൻ്റെയും അഭിപ്രായം. അതുകൊണ്ട് രാഷ്ട്രീയമായ പോരാട്ടം LDF നടത്തും, അല്ലെങ്കിൽ പാർട്ടി നടത്തും. നിയമപരമായ പോരാട്ടം സ്വാഭാവികമായും വ്യക്തികളും കമ്പനിയുമാണ് നടത്തുന്നത്. അതിനുള്ള കരുത്തൊക്കെ അവർക്കുണ്ട്. രാഷ്ട്രീയമായി യാതൊരു സഹായവും വീണയ്ക്ക് ആ കേസ് നടത്തിപ്പിന് CPMൻ്റെ ആവശ്യമില്ല. കാരണം യാതൊരു തരത്തിലും നിലനിൽക്കുന്നൊരു കേസല്ല ആ കോടതിയിലുള്ളത്. പക്ഷേ നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ ഉള്ളിലേക്ക് പോയാൽ യാഥാർത്ഥ്യം എന്താണ്? ഈ കേസ് ഇങ്ങനെ ED കൈകാര്യം ചെയ്തതിനെ CPM എതിർക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ലാല് ചോദിച്ചതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുൻ പേജിൽ ഈ വാർത്ത ഇല്ല എന്ന് സത്യമല്ല. മലയാള മനോരമയിൽ ഞാൻ ഈ വാർത്ത കണ്ടു. ആ വാർത്തയിൽ പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കെതിരായ നീക്കമാണ് എന്നാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരായ ED നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് 561 കോടി രൂപയുടെ സ്വത്ത് കണ്ടെത്തിയിരിക്കുന്നത്, നാഷണൽ ഹെറാൾഡിൻ്റെത്. ഇതാണ് അവരുടെ ആരോപണം. അപ്പം നമുക്ക് പരിശോധിക്കാം, ഇപ്പോൾ ഈ സ്വത്തിൻ്റെ ഉടമ കോൺഗ്രസ് പാർട്ടിയാണോ? യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന 2019 സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഏതാണ്ട് 76% ഓഹരിയുള്ള ഒരു കമ്പനി. അതിൽ മറ്റു പലർക്കും ഓഹരിയുണ്ട്, മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാർക്കും കമ്പനിയുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ എന്ന് പറഞ്ഞു തന്നാൽ മതി, യങ് ഇന്ത്യ ലിമിറ്റഡും കോൺഗ്രസുമായി ബന്ധമുണ്ടോ? അത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപനമാണോ? കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ പണം വായ്പ കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ 90.25 ലക്ഷം രൂപ സോണിയാഗാന്ധിയും മകനും 76% ഷെയറുള്ള ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് കൈമാറിയിരിക്കുന്നു. ഫലത്തിൽ യങ് ഇന്ത്യ ലിമിറ്റഡ് ഒരു കുടുംബ ട്രസ്റ്റായി മാറി. അത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ളതല്ല. അപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയെ പറ്റിച്ചിരിക്കുന്നു. ശ്രീകുമാർ സാറിനെ പോലുള്ള പാവങ്ങൾ പറയുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്താണെന്ന്. ഏത്? യങ് ഇന്ത്യ ലിമിറ്റഡ്. യങ് ഇന്ത്യ ലിമിറ്റഡ് കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്താണെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ AICC 90.25 ലക്ഷം രൂപ ആ പാർട്ടിയുടെ ഉടമസ്ഥതയുള്ള യങ് ഇന്ത്യ ലിമിറ്റഡിന് കൊടുത്താൽ എങ്ങനെ ക്രിമിനൽ കുറ്റമാകും? അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ സ്വത്താണെങ്കിൽ 90.25 കോടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. രാഹുൽ ഗാന്ധിയുടെയും വ്യക്തിപരം അല്ലല്ല 90.25 കോടി രൂപ. സോറി, യു ആർ കറക്റ്റ്. ഞാൻ ലക്ഷം എന്ന് പറഞ്ഞ് തിരുത്തണം. 90.25 കോടി രൂപ. യു ആർ കറക്റ്റ്. അപ്പോൾ എന്താണ്? 90.25 കോടി രൂപ മുടക്കിയ ഒരു സ്ഥാപനം കോൺഗ്രസിൻ്റെതാണോ? അത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സ്വകാര്യ ട്രസ്റ്റാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ശ്രീകുമാർ സാർ ഒന്ന് വാദിക്കുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ പത്രം, കോൺഗ്രസ് പാർട്ടിയുടെ ട്രസ്റ്റ്, കോൺഗ്രസ് നേതാക്കന്മാരെന്ന നിലയ്ക്ക് പ്രതികളായി. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും സ്വകാര്യ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെൻറ്റിൽ, ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് കാണിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ കേസ് എന്താണ്? നാഷണൽ ഹെറാൾഡ് കേസ് എന്താണ്? ഇൻകം ടാക്സ് സമർപ്പിച്ചപ്പോൾ 2010 ആരംഭിച്ച ഈ കമ്പനിയിലേക്ക് 2011 ഈ പറയുന്ന നാഷണൽ ഹെറാൾഡിൻ്റെ ഓഹരി, AJLൻ്റെ ഓഹരി, ആ ഓഹരി ഇതിൻ്റെ ഭാഗമായി കൈമാറ്റം ചെയ്തപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ 5000-ഓളം സമരഭടന്മാർ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടി 3 പത്രങ്ങൾ ആരംഭിക്കാൻ, ഹിന്ദിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും 3 പത്രങ്ങൾ ആരംഭിക്കാൻ സമാഹരിച്ച പണമാണിത്. അവർക്ക് ലക്നൌവിൽ, അതുപോലെ തന്നെ ബീഹാറിൽ, അവർക്ക് ബോംബെയിൽ, ഡൽഹിയിലൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ആസ്തികളുള്ള ഓഫീസുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. എല്ലാത്തിലൂടെ 4,000 കോടി വരുമെന്ന് കണക്കാക്കുന്നവരുണ്ട്. ED കണക്കാക്കിയത് 2,000 കോടി രൂപയാണ്. ഈ 2,000 കോടി രൂപയുടെ സ്വത്ത് 90.25 കോടി രൂപയ്ക്ക് പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ അവരുടെ പേരിലേക്ക് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്താണ്, അവർ വേണേൽ അടിച്ചെടുത്തു എന്ന് പറയാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ പണമാണ് മുടക്കിയത്, ഇവരുടെ പണമല്ല. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പറ്റിച്ചു, കോൺഗ്രസ്സുകാർ കബളിപ്പിക്കപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയെ സോണിയാഗാന്ധി പറ്റിച്ചാൽ നിങ്ങൾക്കെന്താ മാർക്സിസ്റ്റേ?
രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയെ പറ്റിച്ചാൽ നിങ്ങൾക്കെന്താ മാർക്സിസ്റ്റേ എന്ന് ശ്രീകുമാർ സാർ ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. അവരാ പാർട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും മകനും. പക്ഷെ പ്രശ്നം എന്താണ്? നിയമത്തിലെ ഉത്തരം പറയണം. നിങ്ങൾ സ്വകാര്യ ട്രസ്റ്റിലേക്ക് മാറ്റിയാൽ നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് കൊടുക്കണം. അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇ ഡി കയറി പിടിച്ചു. അപ്പോൾ ഇ ഡിക്ക് വസ്തുതാപരമായി തെളിവുണ്ട്. അതിൽ കോൺഗ്രസ് പാർട്ടി പ്രതിയായിട്ട് പോയാൽ കുറെ കൂടെ നേരത്തെ അവർ ജയിലിൽ കിടക്കും. കാരണം ഞങ്ങളുടെ കാശ് കൊണ്ടുപോയിട്ടാണ് ഇവർ സ്വകാര്യ ട്രസ്റ്റ് ഉണ്ടാക്കിയത്, ഞങ്ങളുടെ പണം അപഹരിച്ചിട്ടാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കൂടി ഈ കാശ് കൊണ്ടുപോയത് എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും പരാതിപ്പെട്ടാൽ നേരത്തെ തന്നെ ജയിലിൽ പോകും. കോൺഗ്രസ്സുകാർ പരാതിപ്പെട്ടില്ല, സുബ്രഹ്മണ്യ സ്വാമി പരാതിപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു 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 ദ്വികക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എലിയും പൂച്ചയും കൂടെ കളിക്കുമ്പോൾ ഈ എലിയെ പിടിച്ചാൽ ഉടനെ പൂച്ച എലിയെ കൊല്ലത്തില്ല, ഇട്ട് കളിക്കും. കോൺഗ്രസിന് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവായിട്ട് എപ്പോഴും മോദിക്ക് ഇഷ്ടം. കാരണം എന്താണ്? അധികം തലപ്പൊക്കം ഉണ്ടാവില്ല. കേരളത്തിലെ കോൺഗ്രസ്സിന് BJPക്ക് ഇഷ്ടപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. എന്താണ് കാരണം? ഇങ്ങനെ കളിച്ചുകൊണ്ട് കിടന്നുള്ളൂ. ഹരിയാന തോറ്റേക്കാം, മഹാരാഷ്ട്ര തോക്കണം, ഞങ്ങളിപ്പോൾ തന്നെ തോറ്റേക്കാം. എപ്പോഴാണോ BJPക്ക് ഒരു സഹായം വേണ്ടത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾക്ക് മൃദുഹിന്ദുത്വമാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് തങ്ങൾക്കിഷ്ടപ്പെട്ടൊരു പ്രതിപക്ഷത്തെ പ്ലാൻ ചെയ്യുന്നതിന് ഈ കേസ് വളരെ സമൃദ്ധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒത്തുതീർപ്പാണ്. ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ട് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ചോദിക്കില്ല. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ചോദിക്കില്ല. രാഹുൽ ഗാന്ധി ചോദിച്ചു പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്ത കാര്യം എന്താണെന്ന്. ഏത് കുറ്റത്തിന്? പിണറായി വിജയൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ ആരോപണമെങ്കിലും ഉണ്ടോ? എല്ലാം ഹൈക്കോടതി വിധി തീർപ്പാക്കില്ലേ കുഴൽനാടൻ്റെ കേസിൽ? ഞങ്ങൾ രാഷ്ട്രീയമുള്ളവരായതുകൊണ്ട് BJP നടത്തുന്ന ഈ കടന്നാക്രമണമാണ് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. 18,000 കോടി രൂപ അഴിമതി നടത്തിയവരാണ് BJPയും കോൺഗ്രസും ഇവിടുത്തെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ തുകയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ തുക എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ക്രിമിനൽ കുറ്റമാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചെയ്തിരിക്കുന്നത്. അതിന് വേട്ടയാടപ്പെടണമെന്ന ചോദ്യത്തിനകത്ത് ഇത് രാഷ്ട്രീയമായി ഇതിനെ കാണണം, വേട്ടയാടാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി. പക്ഷേ ശ്രീ അനിൽകുമാർ, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ശ്രീകുമാറിലേക്ക് പോവാം. ഇവിടെ ഇത്തരത്തിലൊരു കേസിൽ പ്രതിയായി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി നിൽക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, അത് ഒരു ഔദ്യോഗിക സ്ഥാനവുമാണ്. അത് കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാജി ആവശ്യപ്പെടുന്നവരാണല്ലോ. നിങ്ങൾക്ക് അത്തരം ആവശ്യമുണ്ടോ? അല്ല, ബൊഫേഴ്സിൻ്റെ വന്നപ്പോൾ രാജീവ് ഗാന്ധി രാജിവെച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഇത്തരം അഴിമതി ആരോപണം വന്നാൽ രാജിവെക്കുന്നതല്ല. അല്ല, കോൺഗ്രസിൻ്റെ കേസിനകത്ത് ഇവർ അല്ല, നമ്മളറിയാമല്ലോ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ തന്നെയല്ലേ ബൊഫേഴ്സ് വന്നത്. ഗലി ഗലി മേ ബോർത്താ ഹേ, രാജീവ് ഗാന്ധി ചോർ ഹേ. പിന്നെ ഇടവരെ ചെന്നു. അത് കൊത്രോച്ചി അറിയത്തില്ലേ? ഒക്ടോവിയ കൊട്രോച്ചി അറിയത്തില്ലേ? എന്താണ് ഇറ്റലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധം? ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ്. ഞാൻ അതിലേക്കല്ല പോണത്. ഇന്ന് നമ്മുടെ നാട്ടിൽ വിശുദ്ധന്മാരായി അഴിമതിരഹിതരായി ഒരു 1.72 കോടി രൂപയുടെ ഒരു കരാറുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി ഒരു കമ്പനി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ ചോര കുടിക്കാൻ നടക്കുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് തുറന്നു കാട്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് നിയമവിരുദ്ധമല്ലാത്തൊരു കാര്യം, അത് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം, ആ കമ്പനികൾ തമ്മിൽ സ്വകാര്യമായി നടക്കുന്ന കാര്യം അഴിമതിയാണെന്ന് പറഞ്ഞ് കേസ് ചാർജ് ചെയ്യുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? അപ്പം മാധ്യമങ്ങൾ പറയുകയാണ് CPM സഹായിക്കരുത്, പിണറായിയെ സഹായിക്കരുത്, LDF പിണറായിയെ സഹായിക്കരുത്, CPI പിണറായിയെ സഹായിക്കരുത്. മറുഭാഗത്തോ സോണിയാഗാന്ധിയും മകനോട് കൂടി സ്വത്തടിച്ചു മാറ്റിയിട്ട്, കോൺഗ്രസ് പാർട്ടിയുടെ സമ്പത്തടിച്ചു മാറ്റിയിട്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സമ്പത്ത് സ്വകാര്യ സ്വത്താക്കി മാറ്റിയിട്ട് അത് കോൺഗ്രസിനെതിരായ കുറ്റകൃത്യമാണ് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് മാധ്യമങ്ങൾ കൂടിയാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്. ശ്രീ ശ്രീകുമാർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു കേസ് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നാണല്ലോ. ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിന് വളം വയ്ക്കുന്നുണ്ടെന്ന് ശ്രീ അനിൽകുമാർ ആരോപിക്കുന്നുമുണ്ട്, അത് നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇവിടെ തെളിയിക്കണ്ടേ? കേരളത്തിലെ കോൺഗ്രസ്സുകാരെങ്കിലും ഇവിടെ ഇന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നില്ലേ
രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണം ധാർമ്മികമായി, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് അവർ പറയണ്ടേ? വി ഡി സതീശനും കെ സുധാകരനുമൊക്കെ അതല്ലേ ഇന്ന് പറയേണ്ടിയിരുന്നത്? നമുക്ക് ഡോക്ടർ ലാലേ, ഇന്നത്തെ ഈ കൈരളിയുടെ ചർച്ചയുടെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് അനിൽകുമാറും ലാലിൻ്റെ ചോദ്യങ്ങളൊക്കെ കൂടിക്കലരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ കൊണ്ടുവരുന്നത് പിണറായി വിജയനെതിരെ EDയുടെ ഒരു അന്വേഷണം ഉണ്ടായാൽ ഇവിടെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെതിരെ തിരിയുന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ED അന്വേഷണം വന്നാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസ് പറയുന്നു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രാജിവെക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കും. അതായത് ഇതിൽ ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യം, അത് ആവർത്തനമാണ് എന്നാലും പോലും പോട്ടെ. 1937 38 എങ്ങാണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുഖപത്രം എന്ന നിലയ്ക്ക് നാഷണൽ ഹെറാൾഡ് ഉണ്ടാക്കിയത്. പക്ഷേ അനിൽകുമാർ പറഞ്ഞ പോലെ നവജീവൻ എന്ന പത്രവും അതുപോലെ ഉറുദുവിലൊരു പത്രവും അന്ന് ലക്ഷ്യമിട്ടിരുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർക്ക് വായ്പ കൊടുത്തത് ഇപ്പം രൂപീകരിച്ച യങ് ഇന്ത്യ എന്നുള്ളതല്ല. 90 കോടി രൂപ വായ്പ കൊടുത്തത് ഈ പത്രത്തിന് ഈ അസോസിയേറ്റഡ് ജേർണലിസം നടത്താൻ പറ്റാതായപ്പോൾ പാർട്ടിയാണ് കൊടുത്തത് 90 കോടി രൂപ. അത് പലിശരഹിത വായ്പയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് തിരിച്ചടയ്ക്കാൻ പറ്റാതായപ്പോഴാണ് യങ് ഇന്ത്യ എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് 50 ലക്ഷം രൂപയ്ക്ക് ആ പത്രത്തിൻ്റെ ഓഹരികൾ വാങ്ങുക. അതിൽ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, 76% സോണിയാഗാന്ധിയുടെ കയ്യിലും രാഹുൽ ഗാന്ധിയുടെ കയ്യിലുമാണ്. പക്ഷേ 24% കാര്യം കൂടെ അനിൽകുമാർ പറയണമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞില്ല. 24% മറ്റു കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും അക്കാലത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയും മറ്റു കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലാണ് 100%. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ നിയമമനുസരിച്ച് അടയ്ക്കേണ്ട തുക നികുതിയായി സർക്കാരിലേക്ക് പോകണമല്ലോ. അതവിടെ പോയിട്ടില്ല. ഈ പറയുന്ന ശതമാനം വെച്ച് സോണിയാഗാന്ധിക്കും രാഹുലിനും കൂടെ 76% വരുമ്പോൾ പോകേണ്ട ചില കണക്കുകളുണ്ട്. അതവിടെ പോയിട്ടില്ല. അതാണ് കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം. അതല്ലെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ തെറ്റുണ്ട്. പറഞ്ഞോളൂ ശ്രീ അനിൽകുമാർ. അല്ലല്ല, ലാലെ അവിടെ ഒരു തെറ്റുണ്ട്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പേരിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്, നികുതി കൊടുക്കണ്ട. അതെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ AICC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സോണിയാഗാന്ധിയും AICC സെക്രട്ടറി എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരും ചേർന്ന് AICCയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ട്രസ്റ്റ് ആണെങ്കിൽ ഈ പണത്തിന് ഇൻകം ടാക്സ് ഇല്ല, പൈസ കൊടുക്കണ്ട. അതെ, അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയെ പറ്റിച്ചു എന്ന് നേരത്തെ അനിൽകുമാർ പറഞ്ഞത്. ട്രസ്റ്റായി മാറി. കോൺഗ്രസ് പാർട്ടി ഇല്ല, കോൺഗ്രസ് പാർട്ടി കളത്തിലില്ല. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഇപ്പം മല്ലികാർജ്ജുന ഖാർഗെക്ക് യങ് ഇന്ത്യ ലിമിറ്റഡിൽ ഓഹരി ഉണ്ടോ? ഒറ്റ ചോദ്യം. ഇപ്പോഴത്തെ AICC പ്രസിഡന്റിന് യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ കാര്യമുണ്ടോ? ഷെയർ ഉണ്ടോ? ഇല്ല. സോണിയാഗാന്ധിയുടെ ഷെയർ മല്ലികാർജ്ജുന ഖാർഗെയുടെ കയ്യിലേക്ക് പോയാൽ ഒരു കുഴപ്പമില്ല. രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഷെയർ ഉണ്ടായിരുന്നു, സോണിയയുടെ പേരിൽ ഷെയർ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ 76% ഷെയറും രാഹുലിൻ്റെ പേരിലായോ? ഇല്ല. AICC പ്രസിഡന്റിന് ഷെയറില്ല. അവിടെ സോണിയാഗാന്ധിക്കും രാഹുലിനും വ്യക്തിപരമായ ഷെയറാണ്. അതിലാണ് ED പിടിച്ചിരിക്കുന്നത്. അതാണ് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി. യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിക്ക് കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. അവിടെയാണ് പ്രശ്നം. എൻ ശ്രീകുമാർ. എൻ്റെ ലാല് മണ്ടത്തരം പറയല്ലേ. അല്ല, ലാലൊരു കാര്യം മനസ്സിലാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പത്രം ഏത് രീതിയിൽ നടത്തണമെന്ന് ആ പാർട്ടിയാണ് തീരുമാനിക്കുക, അല്ലാണ്ട് EDയോ അല്ലെങ്കിൽ എതിർ കക്ഷികളോ അല്ല. ഇവിടെ ഞാൻ ശ്രീ അനിൽകുമാറിൻ്റെ വാദം വളരെ രസകരമാകുന്നുണ്ട്. അതായത് ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണെന്നും ആ നിലയ്ക്ക് എതിർക്കുമെന്നും ഒക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരൊരു പത്രം നടത്തുന്നു. ഈ പത്രത്തിനെതിരെ കേസ് കൊടുത്തത് ജനസംഘം നേതാവായിരുന്ന RSS നേതാവായിരുന്ന പിന്നീട് BJP നേതാവായ മുൻ കേന്ദ്രമന്ത്രിയായ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ആ കേസ് തെളിവില്ല എന്ന കാരണത്താൽ 2014 തള്ളിക്കളഞ്ഞതാണ് ED. അന്നത്തെ EDയുടെ അധിപനെ മാറ്റിക്കൊണ്ട് പുതിയ ആളെ വെച്ചുകൊണ്ടാണ് പിന്നീട് കോൺഗ്രസിനെതിരെ കേസുണ്ടാക്കുന്നത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം.
അതായത് 2014 അപ്പോൾ ആരാണ് അധികാരത്തിൽ വന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ 2015 അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് ആ EDയുടെ പഴയ അതിനെതിരെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഒക്കെ കോടതിയിൽ പോയല്ലോ. കോടതിയിൽ പോയപ്പോൾ കോടതി എന്താണ് പറയട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ക്ഷമിക്കൂ. അങ്ങനെ വരുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മുക്ത ഭാരതം എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹെറാൾഡിനെ മാത്രമായിരുന്നില്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിനെതിരെ 2017-18 നീക്കം ഉണ്ടായി. അന്ന് PT തോമസ് ആയിരുന്നു എൻ്റെ MLA ആയിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഡയറക്ടർ സ്ഥാനം കളഞ്ഞ് അവർക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള എന്തോ കേസ് വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സംവിധാനം നമ്മൾ ആലോചിക്കണം. കോൺഗ്രസ് മുക്ത ഭാരതം അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ 2 പത്രത്തെയും അന്ന് പിടിച്ചു. അതുകൂടാതെ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞല്ലോ മാധ്യമ സ്വാതന്ത്ര്യം. ശ്രീ അനിൽകുമാർ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ കൂട്ടിക്കെട്ടുന്നതിന് മുൻപ് ഈ കാര്യത്തിൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്നും അതിലേക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പണം എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നാൽ കഴിഞ്ഞല്ലോ. അതാണല്ലോ ED ഇവിടെ സംശയിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ. എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പത്രികയിൽ കൊടുത്ത സമയത്ത് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അവിടെയൊക്കെയാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ആകെ കൂടിക്കുഴഞ്ഞ് വല്ലാത്ത പരുവം. ഇങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം പറയും, പിന്നെ BJP-കാരനാണ് പരാതി കൊടുത്തത് എന്ന് പറയും. അങ്ങനെ രാഷ്ട്രീയമായി ആകെ വളഞ്ഞുകെട്ടി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. പക്ഷേ ED കണ്ടെത്തിയ കാര്യത്തിൽ നിയമപരമായി ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് തെളിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ആ കേസുള്ളത്, കണ്ടുകെട്ടാൻ തീരുമാനിച്ചത്, ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ലാലേ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഒരിക്കൽ ED അന്വേഷിച്ച് തള്ളിയ കേസ് വീണ്ടും അന്വേഷിച്ചു എന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പറയട്ടെ, ഇത് നമ്മൾ കൂട്ടിക്കലർത്തി, നമ്മൾ കേരളത്തിനോട് കൂട്ടിക്കലർത്തിയതുകൊണ്ടാണ് ഞാനിതിലും കൂട്ടിക്കലർത്തുന്നത്. ദേശീയ തലത്തിലെ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള BJP നിലപാടുകളുടെ BJP നയത്തിനെതിരെ എല്ലാവരും പ്രതിഷേധിക്കാറുണ്ടല്ലോ. BBC-യുടെ പേരിൽ അടക്കം എടുത്ത കേസുകൾ, ചാനലുകൾക്കെതിരെ എടുത്ത കേസുകൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ BJP-യുടെ മാധ്യമ നയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഇപ്പം മിനിയാന്നത്തെ ഒരു ചാനലിനെതിരെയുള്ള കേസെടുത്ത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. അതൊക്കെ പോട്ടെ, അഡ്വക്കേറ്റ് അനിൽകുമാറെ, എനിക്കൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ ദേശീയ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് CPM ഉൾപ്പെടെ ശ്രീ അനിൽകുമാറിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സുകാരത് സമ്മതിക്കുന്നില്ലല്ലോ. ഇവിടുത്തെ കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് ചോദിക്കാറുള്ളത്. അവർക്ക് വേണ്ടി വാദിക്കാറുള്ള ശ്രീ N. ശ്രീകുമാറിനോട് ഞാനിപ്പോൾ ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാരുടെ പത്രം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിക്കുന്നില്ല. കോൺഗ്രസ്സുകാരുടെ പത്രം എങ്ങനെ നടത്തണമെന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിക്കും. അത് കോടതി കേസുണ്ട്. കോടതി നിയമപരമായിട്ട് ED ഏത് രീതിയിലുള്ള നടപടി എടുത്താലും ശരി, നിയമപരമായിട്ട് കോൺഗ്രസ് അതിനെ നേരിടും. അത് ആ തർക്കവുമില്ല. അല്ലല്ല, കോൺഗ്രസ്സുകാരുടെ പത്രം നടത്താൻ കഴിവില്ലാത്ത രീതിയിലാക്കി അതിനെ കുട്ടിച്ചോറാക്കിയതിന് ശേഷം അതിൽ നിന്നുള്ള അസറ്റുകളൊക്കെ സ്വന്തം കീശയിലാക്കാൻ ശ്രമിച്ചു എന്നൊരു കേസുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ അതുമായി ബന്ധപ്പെട്ടവർക്ക് അവർക്ക് അതിനുള്ള അർഹതയുണ്ട്, അവരത് ചെയ്യേണ്ടതുണ്ട്, ബാധ്യതയുണ്ട്. അതിവിടെ ചെയ്യാതെ അത് വരുമ്പോഴേക്കും കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നമാക്കി അത് മാറ്റുന്നു. ഇത് ED വന്ന് ഞങ്ങളെ രാഷ്ട്രീയമായി വൈരാഗ്യം തീർക്കുകയാണെന്ന് പറയുന്നു. അവിടെയാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഡോക്ടർ ലാലേ, ഒന്നാമത്തെ കാര്യം, ഡോക്ടർ ലാൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തിട്ട് ഓൺലൈനിൽ നാഷണൽ ഹെറാൾഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ പത്രം കിട്ടും, പേപ്പർ കിട്ടും, മുഴുവൻ വായിക്കാം. 8-10 പേജ് മുഴുവനായിട്ട് വായിക്കാം. അത് ഞാൻ പറഞ്ഞ ശ്രീമതി മല്ലിക സാരാഭായിയുടെ ലേഖനം കൂടെ വായിക്കാം. അത് പത്രം അച്ചടിയായിട്ട് ഇറങ്ങുന്നുണ്ട്, പ്രിൻ്റായിട്ട് ഇറങ്ങുന്നുണ്ട്, ഓൺലൈനിൽ ഇറങ്ങുന്നുണ്ട്. അതൊന്ന് വായിക്കും ഡോക്ടർ ലാലേ. അല്ലാണ്ട് കോൺഗ്രസ് പത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ED അന്വേഷണം നടക്കുന്നത്. അല്ലാണ്ട് അത് അടച്ചു പൂട്ടിയിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞു കേട്ടെ. അപ്പോൾ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലെ പത്രപ്രവർത്തകർക്ക് കയറാൻ അനിൽകുമാറിൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല.
നിയമസഭയിൽ ചാനലുകൾക്ക് രംഗങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിക്കുന്നില്ല. ഇതുപോലെയാണ് BJPയുടെ മാധ്യമ നയവും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമ്മൾ കാണുന്നില്ല. ഒന്ന് കേന്ദ്രം, ഒന്ന് കേരളം. ഇവിടെ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിച്ച BJP ഗവൺമെൻറ്റിന് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന വാർത്താ സംവിധാനങ്ങളെയും ഇല്ലാതാക്കാൻ താല്പര്യം വരും. അതുകൊണ്ടാണ് ഈ വിഷയം ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ്, ഈ പറയുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ തന്നെ അത് നടത്തിക്കൊണ്ട് പോകാൻ അന്ന് കോൺഗ്രസ് കൊടുത്ത പണം കൊണ്ട് സാധിക്കണമായിരുന്നു. അത് ചെയ്യാതെ പോയത്, അതിന് കുറ്റകൃത്യം കാണിച്ചവർ എന്തോ ദുരുദ്ദേശത്തോടു കൂടി ആ പണം യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് മാറ്റി അത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കയ്യിലേക്ക് മാത്രമായി എത്തപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ED കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയാണ് ഉത്തരവില്ലാതെ പോകുന്നത്. അത് കൃത്യമാക്കിയാൽ എനിക്കതിനകത്ത് യാതൊരു പരാതിയൊന്നുമില്ല. പക്ഷേ അത് നിങ്ങൾ മറ്റു പല കേസുകളിലും എടുക്കുന്ന അതേ നിലപാട് വെച്ച് നോക്കുമ്പോൾ ഇതിനെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സർ. അതാണ് ഈ ചോദ്യങ്ങൾ വീണ്ടും വരുന്നത്. എൻ്റെ ലാലെ, ഇത് ED തള്ളിക്കളഞ്ഞ കേസാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. 2022 രാഹുൽ ഗാന്ധിയെ ചോദ്യം 2022 ഞാൻ തോന്നുന്നു 2022 രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു, വലിയ വിഷയമായിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം 2024 തെരഞ്ഞെടുപ്പ് നടന്നു. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി. അറിയാമല്ലോ, അതാണ് സംഭവിച്ചത്. ചുരുക്കം പറഞ്ഞാൽ BJPയുടെ ഏകകക്ഷി ഭരണത്തിൻ്റെ അടിത്തറ ദുർബലമാക്കിക്കൊണ്ട് അവരെ ഒരു മുന്നണി മന്ത്രിസഭയിലേക്ക് കൊണ്ടെത്തിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ 101 സീറ്റിലെത്തിച്ച് ഇന്ത്യ സഖ്യത്തിന് വേണ്ടത്ര മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സഹായകമായത് ഈ EDയുടെ വേട്ടയാണെന്ന് നിങ്ങൾ ധരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 90 കോടി രൂപ, 90 കോടി പ്ലസ് ഉള്ള കോടി രൂപ അസോസിയേറ്റഡ് ജേർണലിസ്റ്റിന് കൊടുത്തിട്ട് അവരെ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുത്ത് അങ്ങനെയാണ് ഈ പത്രം വീണ്ടും പുനരാരംഭിക്കുന്നത്. അല്ലാണ്ട് അത് കച്ചവടമായിരുന്നില്ല. UPAക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് പത്രത്തിൻ്റെ കാര്യമാണ്. പിന്നെ നെഹ്റു കുടുംബമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ് നെഹ്റു കുടുംബം. നെഹ്റു കുടുംബത്തിന്റെ ആയിരുന്നില്ലല്ലോ, നെഹ്റു കുടുംബത്തിന്റെ ആയിരുന്നില്ലല്ലോ. അത് പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനികളിലൂടെ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ പേരിലൂടെയാണ് നാഷണൽ ഹെറാൾഡ് പത്രം നടത്തിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ താങ്കൾ അത് AJL വേറെയാണെന്ന് പറയുന്നു, ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി വേറെയാണെന്ന് പറയുന്നു, അവസാനം യങ് ഇന്ത്യ മാത്രമാണ് കോൺഗ്രസിൻ്റെ സ്വന്തം വക എന്ന് താങ്കൾ പറഞ്ഞു വെക്കുന്നു. അത് ഈ രേഖകൾ അനുസരിച്ചൊന്നും ശരിയാവുന്നുമില്ല. ഞാൻ വരാം. ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ലേ വായിച്ചെടുക്കേണ്ടത്? രാഹുലെ, അല്ല ഡോക്ടർ ലാലെ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലല്ല, നിങ്ങൾ എന്തിനാ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റേ 5000 കോൺഗ്രസ്സുകാരായ സ്വാതന്ത്ര്യ സമര ഭടന്മാരിൽ നിന്ന് 100 രൂപ വെച്ച് പിരിച്ച് 5 ലക്ഷം കണ്ട് മൂലധനത്തിൽ അസോസിയേറ്റഡ് ജേർണലിസ്റ്റ് എന്ന സ്ഥാപനം തുടങ്ങി, ഇന്ത്യ നാഷണൽ ഹെറാൾഡ് തുടങ്ങി. ആ നാഷണൽ ഹെറാൾഡിൽ ഒരു പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് സഹായിച്ചു. പിന്നെ ആ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസ് പലിശയില്ലാത്ത വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതായപ്പോൾ വീണ്ടും കോൺഗ്രസ് സഹായിച്ചു. ആ പത്രം ഭംഗിയെ നടക്കുന്നുണ്ടെന്ന് പച്ച മലയാളത്തിൽ അതെങ്ങനെയാണ് നെഹ്റുവിന്റെ കുടുംബസ്വത്താകുന്നത്? ഏറ്റവും അവസാനം നെഹ്റു കുടുംബവുമായിട്ടുള്ള ഇതിന്റെ ബന്ധം പറഞ്ഞു വരുന്നത് അങ്ങനെയാണല്ലോ. നെഹ്റുവിന്റെ കുടുംബസ്വത്തായി ഈ കാര്യങ്ങളെ താങ്കൾ വർണ്ണിച്ചു വന്നപ്പോഴാണ് ഞാൻ കോൺഗ്രസുകാരുടെ ബന്ധം എന്നാ പറഞ്ഞത്. ശരി ശരി, നിങ്ങളാ ശരി. അഡ്വക്കേറ്റ് അനിൽകുമാർ, അതുകൊണ്ട് ഈ ഇന്ദിരാഗാന്ധി കുടുംബമായിട്ട് അല്ലല്ല, റിയാലിറ്റി എന്ന് ഞാൻ പറഞ്ഞേ, കോൺഗ്രസ്സുകാർക്കുള്ള ബന്ധം എന്നാ പറഞ്ഞേ, യാഥാർത്ഥ്യം. അത് നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണത്. ശരി ശരി അഡ്വക്കേറ്റ് അനിൽകുമാർ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് യങ് ഇന്ത്യ കമ്പനി എന്നുള്ളത് കോൺഗ്രസിൻ്റെ വകയാണെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്, EDക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്, രാഷ്ട്രീയ വേട്ടയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാനാകുമോ ഈ പറയുന്ന മുമ്പിലുള്ള രേഖകൾ വെച്ച്? UPA സർക്കാരിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന ED കുറ്റവിമുക്തമാക്കി എന്നിവർ പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം, UPA സർക്കാരിൻ്റെ കാലത്ത് ED രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്തിരുന്നോ? രണ്ടാം UPAയുടെ ചെയർപേഴ്സണായിരുന്ന സോണിയാഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമാക്കണം. കാരണം അന്വേഷണം ഫലപ്രദമായി 2014 നടന്നു കഴിഞ്ഞു, കേസ് തള്ളി എന്ന് ശ്രീകുമാർ സാർ പറഞ്ഞു. അപ്പോൾ സോണിയാഗാന്ധി ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ
രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ, മൻമോഹൻ സിംഗ് മുഖ്യമന്ത്രിയായിരിക്കും, പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ചോദ്യം ചെയ്തിരിക്കണം. ഇ ഡി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചോദ്യം ചെയ്തോ? സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് യങ് ഇന്ത്യ ലിമിറ്റഡ് കോൺഗ്രസ് പാർട്ടിയുടെ സ്വന്തമാണെന്ന് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തോ? അതോ യങ് ഇന്ത്യ ലിമിറ്റഡ് സ്വകാര്യമാണെന്നാണോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്? അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം വന്നിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ, സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അഫിഡവിറ്റിനകത്ത് യങ് ഇന്ത്യ ലിമിറ്റഡ് അവരുടേതാണെന്ന് പറയുന്നുണ്ടോ? യങ് ഇന്ത്യ ലിമിറ്റഡ് ആരുടേതാണ്? സോണിയാഗാന്ധിയുടെയും രാഹുലിൻ്റെയും ആണെന്ന് അവർ പറയണില്ല. കാരണം എന്താണ്? അവരുടെ ആരുടെയും ഇലക്ഷൻ അഫിഡവിറ്റിൽ അതില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ട്രസ്റ്റ് ഇവരുടേതാണ്. 76% ഇവരുടെയാണ്. വ്യക്തികളുടെ പേരിലാണ്, AICCയുടെ പേരിലല്ല. മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് അവിടെ കാര്യമില്ല. നാളെ പുതിയ AICC പ്രസിഡന്റ് വന്നാൽ AICC പ്രസിഡന്റിന് ഈ ട്രസ്റ്റിൽ ഒരു കാര്യമില്ല. അതിന് ബദലായിട്ട് ഇപ്പോൾ ഈ പേപ്പർ ഇറക്കുന്നുണ്ട്. ഈ പേപ്പർ ആർക്കും ഇറക്കാൻ പറ്റുകയില്ല. അത് ഈ പേപ്പർ ഇറക്കുന്നതാണോ കാര്യം? 2000-3000 കോടി രൂപ സമ്പത്തുള്ളൊരു സ്ഥാപനം ഈ പേപ്പർ ഇറക്കുന്നു. എന്തൊരു കാര്യമാണ് സാറേ? എത്രയോ ഈ പേപ്പറുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം എന്താണ്? യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഉടമസ്ഥത രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരവില്ല. കേട്ടില്ല. അച്ചടിപത്രം എത്രയോ എവിടെയോ ഉണ്ടെന്ന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എവിടെ പറഞ്ഞതിന് അവസരം കൊടുക്കും. പത്രം കാണാത്തതിന് ഞാൻ നിങ്ങൾക്ക് തരാതെ ഞാൻ അയച്ചു തരാം. അല്ലല്ല, ഈ പേപ്പർ ഇറക്കാൻ പാട്. ഈ പേപ്പർ ഇറക്കാൻ എന്താ പാട്? മറുനാടൻ മലയാളി ഇറങ്ങണം. ഈ പേപ്പർ അല്ലല്ലോ, ഈ പേപ്പർ ഇതൊക്കെ പാടുന്നത്. അത് വെച്ചാണ് 5000 കോടി രൂപ നിങ്ങളുടെ പ്രിന്റിംഗ് ഇല്ലെന്നേ നിങ്ങൾ മനസ്സിലാക്കണം. പ്രിന്റ് പത്രം ഇല്ല, പത്രമൊക്കെ നിർത്തി. നമ്മൾ മനസ്സിലാക്കണം. AICCക്കാണോ? കൈരളി ചാനല് ആരുടെ പേരില്ല? അതെ, അതിന്റെ കൈരളി ചാനല് പേരിലാണ്. പക്ഷെ ആ ചാനൽ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നേ? അല്ല, അത് പോട്ടെ. അതേ ഉദ്ദേശം മലയാള മനോരമയും മറ്റു പല മാധ്യമങ്ങളും ഒക്കെ അനിൽകുമാർ പറയും. അല്ലല്ല, അത് വേണ്ട. പാർട്ടി അല്ലല്ല, ഇത് തന്നെ പറഞ്ഞാൽ മതി. മലയാളം കമ്മ്യൂണിക്കേഷന്റെ ചെയർമാൻ മമ്മൂട്ടിയാണ്. മലയാളം കമ്മ്യൂണിക്കേഷന്റെ ജോൺ ബ്രിട്ടാസ് ആണ്. ജോൺ ബ്രിട്ടാസ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, പാർട്ടി MP ആണ്. അത് പൂർത്തിയാക്കൂ. കൈരളിയുടെ 76% ഷെയർ മുഖ്യമന്ത്രിയും മകളൂടെ സ്വന്തമാക്കിയാൽ നിങ്ങൾ എന്നാ പറയും? ഇത്ര ഉള്ള കാര്യം. സ്വകാര്യമാക്കാൻ അവകാശമുണ്ടോ? ദേശാഭിമാനി പാർട്ടിയുടെ സമ്പത്താണ്. അത് മുഖ്യമന്ത്രി മകളൂടെ അവരുടെ പേരിലാക്കിയാൽ നിങ്ങളെന്ത് വർത്താനം പറയും? അങ്ങനെ ചെയ്യുന്നവരല്ല CPM-കാർ. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരാണ്, പാർട്ടിയുടെ സ്വത്ത് വിഴുങ്ങുന്നവരാണ് ഡൽഹിയിലെ അമ്മയും മകനും. അതാണ് ഇപ്പോഴത്തെ കേസ്. അതിൽ നിയമപരമായി വെട്ടിലായി. ആ വെട്ടിലാകേണ്ട കാര്യമുണ്ടോ? നിയമപരമായി വെട്ടിലാണ്. അതിൻ്റെ പേരിൽ വേട്ടയാടാൻ BJPക്ക് അവകാശമുണ്ടോ? ഇല്ല. അവർ കള്ളപ്പണം നടത്തുന്നവരാ. ഇന്ത്യ മുഴുവൻ കള്ളപ്പണം കൊണ്ട് നടക്കുകയും കൊടകരയിലടക്കം കള്ളപ്പണം കൈകാര്യം ചെയ്യുകയും തൊണ്ടി സഹിതം പിടിക്കപ്പെടുകയും എല്ലാം ചെയ്യുന്ന ഈ BJPക്കാർക്ക് ഇതെല്ലാം ചോദിക്കാൻ അവകാശമുണ്ടോ? ഒരവകാശമില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ വേട്ടയാടുന്ന BJPയുടെ നയത്തോട് ഞങ്ങൾക്കൊരു യോജിപ്പില്ല. പക്ഷെ കോൺഗ്രസിൻ്റെ തൊണ്ടയിൽ കുരുത്ത മുള്ളാണത്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുമ്പോൾ ED-യുടെ കേസിൽ പ്രതിയാണ്. എന്തുകൊണ്ട് ED പ്രതിയായിട്ടുള്ള ഒരു കേസ് അതിൽ ED അറസ്റ്റിന് പോയില്ല? എന്തുകൊണ്ട് നമ്പർ 10 ജനപദിലേക്ക് ED പോയില്ല എന്ന് ചോദിക്കാനുള്ള രാഷ്ട്രീയമില്ലായ്മ ഞങ്ങൾക്കില്ലെന്ന്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനുള്ള രാഷ്ട്രീയമില്ലായ്മ ഞങ്ങൾക്കില്ല. ആ രാഷ്ട്രീയമില്ലായ്മ ഇല്ലാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നിങ്ങൾ വേട്ടയാടുന്നത് അനുചിതമാണ്. നിയമപരമായ അവരുടെ ഭാഗത്ത് പെശകുണ്ടാകാം. ആ നിയമത്തിലേക്ക് ഇപ്പോൾ കിടക്കേണ്ട കാര്യമില്ല. ദേശീയ നേതാക്കളാണവർ. പക്ഷേ രാഷ്ട്രീയത്തിനകത്ത് കാണിക്കേണ്ട ആ അന്തസ്സാർന്ന നിലപാട്, CPM എടുക്കുന്ന അന്തസ്സാർന്ന നിലപാടിൻ്റെ 1000-ൽ-1 തരിമ്പ് സത്യസന്ധതയെങ്കിലും സതീശനുണ്ടോ? ഇന്ന് VD സതീശൻ ഏതാണ്ട് കഥയായിട്ട് വന്നു. ഏതെങ്കിലും മാധ്യമം ഈ നാഷണൽ ഹെറാൾഡ് കേസ് സതീശനോട് ചോദിച്ചോ?
ഏതെങ്കിലും മാധ്യമം നാഷണൽ ഹെറാൾഡ് കേസ് പ്രതിപക്ഷ നേതാക്കന്മാരോട് ചോദിക്കുമോ? KC വേണുഗോപാലോട് ചോദിക്കുമോ? ചോദിക്കത്തില്ല. ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. യങ് ഇന്ത്യ ലിമിറ്റഡും AICC തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കിയാൽ നിങ്ങൾ പറയണ പണി ചെയ്യാം. ശ്രീകുമാർ സാറൊന്ന് പറയൂ, നിങ്ങൾക്ക് ഉത്തരവില്ല. പിന്നെ നമുക്ക് വേണം പറയാം, ഇന്ത്യ രാജ്യത്തിനകത്ത് പൊതുസ്ഥിതി അതാണ്, വേട്ടയാടുന്നൊക്കെ പറയാം. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താം. ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അവരുടെ പേരിലൊരു കേസ് വന്നു. ആ കേസ് ലോകത്തെ ആദ്യത്തെ കേസല്ല. ധാരാളം കേസുകൾ വരുന്ന പോലെ ചാനലുകളുടെ പേരിൽ കേസൊക്കെ വരും. രാഷ്ട്രീയമായി വേട്ടയാടില്ല. പക്ഷെ BJPയുടെ പ്രസിഡന്റിൻ്റെ ചാനലിൻ്റെ പേരിൽ അവർ തെറ്റായൊരു കാര്യം ചെയ്തതിൻ്റെ കേസ് വന്നാൽ ഇത്രയും വിഷമിക്കണോ? അവർ ചെയ്ത കാര്യം എന്താണ്? ഒരു ജോലിക്കാരിയുടെ മകളെ ഇരുത്തിയിട്ട്, മൈനറായൊരു മകളെ ഇരുത്തിയിട്ട് എന്നെ സെക്സ്വലായിട്ട് അബ്യൂസാക്കി എന്ന് പറയിപ്പിച്ചാൽ ഒരു പെൺകുട്ടി പറയുകയാണ്, മൈനർ, അത് എല്ലായിടത്തും പ്രചരിപ്പിക്കാൻ കൊള്ളാവുന്നൊരു സാധനമാണെന്ന് ആര് പറഞ്ഞാലും ആ പറയുന്ന ആളുകൾ അല്പം കൂടെ ആലോചിക്കണം എന്ന് തന്നെ ഞങ്ങൾ പറയും. ഞങ്ങൾക്കതിൽ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടൊന്നും ഇവിടെ ഡിസ്പ്യൂട്ടില്ല. ഒറ്റ ക്വസ്റ്റ്യൻ, വെദർ ഇറ്റ് ഈസ് ലീഗൽ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് കരുവന്നൂരിൽ നിന്നും പറയുന്നത് കേട്ടു പ്രതിപക്ഷ നേതാവ്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയുകയാണ്, കരുവന്നൂരുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ഒരാളെയും തൊടാൻ പറ്റത്തില്ല. CPMൻ്റെ ഒരാളെയും തൊടില്ല. കാരണം കരുവന്നൂർ ബാങ്കിൽ CPMന് അക്കൗണ്ടില്ല. CPM ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടില്ല. ഇപ്പോൾ പറഞ്ഞ K. രാധാകൃഷ്ണൻ അടക്കം ഒരൊറ്റ നേതാവിനെയും തൊടാൻ പറ്റത്തില്ല. അത്രയും ആർജവത്തോടെ വെല്ലുവിളിക്കാമോ? രാഹുൽ ഗാന്ധിക്ക് മോദിയെ വെല്ലുവിളിക്കാമോ? പ്രിയങ്ക ഗാന്ധിക്ക് മോദിയെ വെല്ലുവിളിക്കാമോ? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കെന്ന് പറയാമോ? തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ തൊണ്ടയിൽ മുള്ളു കുരുങ്ങി പ്രതിപക്ഷ നേതാവിനെ നിശബ്ദമാക്കിയിരിക്കുന്നു. ഈ നിശബ്ദനായ പ്രതിപക്ഷ നേതാവിന് ഇന്ത്യയെ രക്ഷിക്കാനാവില്ല. ഇന്ത്യയെ രക്ഷിക്കുന്ന പോരാട്ടം നടത്താനാവില്ല. ആ പോരാട്ടത്തിൽ അവർക്കുണ്ടായ വൈകല്യമാണ്, ഈ കേസ് മൂലം അവർക്കുണ്ടായ വൈകല്യമാണ് ഈ സ്ഥാനം, പ്രതിപക്ഷ നേതൃസ്ഥാനം നയിക്കുന്നതിൽ അവർക്കുള്ള അയോഗ്യത. തങ്ങളുടെ അയോഗ്യത മനസ്സിലാക്കി ഇന്ത്യയെ രക്ഷിക്കാൻ അവർ സ്ഥാനം ഒഴിയുന്നതാണ് അവർക്ക് നല്ലത്, കോൺഗ്രസിന് നല്ലത്, രാജ്യത്തിന് നല്ലത്. അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഈ പൊതു സ്വത്ത് വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് കോടതി വരെ പറഞ്ഞ സാഹചര്യത്തിൽ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി BJP ഇപ്പോൾ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും അത് പറയണ്ടേ? അവിടെ രാഷ്ട്രീയം കളിക്കുന്നതാണ് ചോദ്യമായി ഉന്നയിച്ചത്. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ ഈ കേസ് ED ഉണ്ടാക്കിയ കേസാണെന്നും ഇത് കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി BJPക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള പരാതി നിങ്ങൾക്കുണ്ട്. അക്കാര്യത്തിൽ രാജ്യം മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളല്ലാതെ പറയുന്നുണ്ട്. CPMനും അതിൽ മറു അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ മറ്റ് ചില കേസുകൾ വരുമ്പോൾ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമൊന്നും VD സതീശനും സുധാകരനും ഉൾപ്പെടെയുള്ളവരൊന്നും ഈ കാര്യങ്ങൾ അറിയാത്തതുപോലെയുണ്ട്. നാഷണൽ ഹെറാൾഡിൻ്റെ കാര്യത്തിൽ ഒന്നും അവർ പറഞ്ഞിട്ടില്ല, ചർച്ചയുമില്ല എന്നത് രാഷ്ട്രീയമായി ഇവിടെ ഒരു വേട്ടയാടൽ കേരളത്തിൽ നടക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമല്ലേ? ഇത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ? നാഷണൽ ഹെറാൾഡിൻ്റെ വിഷയം പത്രലേഖകർ ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞേനെ. നാളെ സമയമുണ്ടല്ലോ, നാളെ തന്നെ കൈരളിയുടെ ലേഖകനും ചോദിക്കാം, അല്ലെ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തോടും ചോദിക്കാം. ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാനിതിൽ കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യം ഞാൻ ഇനി ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിഷയമാക്കുന്നില്ല. പക്ഷേ ഇവിടെ കൈരളി ചാനൽ എഴുതി കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി രാജിവെക്കേണ്ടതല്ലേ? എന്തായാലും നമ്മുടെ CPIMൻ്റെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിച്ചു. ആ മധുര വിശദമാക്കുകയാണ്, ഞാനാണ് ആ ടൈറ്റിൽ കൊടുത്തത് എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദമാക്കുകയാണ്. രാജിവെക്കണ്ടേ രാഹുൽ എന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളോടാണ്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോടാണ്. രാഹുൽ ഗാന്ധി രാജിവെക്കണ്ടേ, ചിലർ മാത്രം രാജിവെച്ചാൽ മതിയോ എന്ന ചോദ്യമാണത്. അല്ല, അങ്ങനെയാണെങ്കിൽ അതൊരു മണ്ടൻ ചോദ്യമാണ്. പിണറായി വിജയൻ രാജിവെക്കേണ്ടതെന്ന് CPMകാരോട് ആരെങ്കിലും ചോദിക്കുമോ? അത് യാതൊരു അർത്ഥമില്ല. പിണറായി വിജയൻ രാജിവെക്കേണ്ടേ എന്ന് CPM നേതാക്കളോട് ശ്രീ അനിൽകുമാറിനോട് ചോദിക്കാൻ പറ്റും. രാഹുൽ ഗാന്ധി രാജിവെക്കണമെന്ന് അനിൽകുമാർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ച ഉത്തരം പറയാം. ഞാൻ വരാം, അതിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. അനിൽകുമാർ പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. ഞാൻ പറയാത്ത കാര്യം മറ്റേ ഡോക്ടർ ലാലെ വിളിച്ച് പറയല്ലേ, ഞാൻ പറയാത്ത കാര്യം. അനിൽകുമാർ താങ്കളെ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വിശദമാക്കി തരാം. മധുരയിലെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റല്ലേ ഉള്ളൂ. മധുരയിലെ പാർട്ടി കോൺഗ്രസ് സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ടോ ഒരു വിധത്തിലുള്ള വിമർശാത്മകമായ സമീപനമോ ഒരു തരത്തിലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു ചോദ്യം കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താണ്? നമ്മുടെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് MA ബേബിയാണ്. MA ബേബി ജനറൽ സെക്രട്ടറി സാറെ ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നാളെ പറയാം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കാത്തത്. അദ്ദേഹം ചോദിക്കട്ടെ. കാരണം ഇന്ത്യ മുന്നണിയുടെ കോർ കമ്മിറ്റിയിൽ എന്തായാലും കേരളത്തിൽ നിന്നുള്ള CPM ഇല്ല. അതുകൊണ്ട് ബേബിക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മധുര പാർട്ടി കോൺഗ്രസ്സിലെ ഗോവിന്ദ മാഷും പ്രകാശ് കാരാട്ടും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ 4-5 ലേഖനം എഴുതി മാഷ്. ഒരിടത്ത് പോലും രാഹുൽ ഗാന്ധിയെക്കുറിച്ചോ കോൺഗ്രസിനെക്കുറിച്ചോ ഒരു ദുഷിച്ച പരാമർശമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് നല്ലതെന്ന് കേരളം വിട്ടാൽ ഈ നേതാക്കൾക്ക് നിലപാട് ഇപ്പോൾ എടുക്കുന്നത് ഈ കേസിൽ രാഹുൽ ഗാന്ധി രാജിവെക്കണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടാണോ? അല്ല, കോൺഗ്രസ് ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടിയാണ്. കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് കുംഭകോണങ്ങൾ നടത്തിയ പാർട്ടിയാണ്. കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്. തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങൾ ചരിത്രപരതയിൽ കോൺഗ്രസിനെ കുറിച്ച് പറയാം. ഇപ്പം എന്താ അത് പറയാത്തത്? ഇന്നും നമ്മുടെ മുമ്പിലുള്ള ഭീകര സ്വത്ത് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഹിന്ദുത്വ ഭീകരതയാണ്. അതിനെ എതിരായിട്ട് എന്ത് ചെയ്യണം? തള്ളക്കിട്ടൊരു തല്ല് കിട്ടിയാൽ പിള്ളയെടുത്ത് തടുത്തിടണമെന്ന് പറഞ്ഞ പോലെ ഏതിനെ എടുത്ത് തടുത്തണം. അങ്ങനെ തടുക്കാൻ നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് നമ്മുടെ നാട്ടിലൊരു ശക്തിയുണ്ട്. ശക്തി ഇല്ലെന്നല്ല CPM-ൻ്റെ വിലയിരുത്തൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് CPM-ൻ്റെ പ്രമേയത്തിൽ പറയുന്ന വാചകം വായിച്ചു നോക്കൂ. എന്താ പറയണത്? ഈ കോൺഗ്രസ് BJP ചെയ്യുന്ന പോലെ മുതലാളിത്തവൽക്കരണത്തിൻ്റെ കോർപ്പറേറ്റ് നയങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നവരാണ്. അവരാണ് രാജ്യത്തെ ആഗോളവൽക്കരണത്തിലേക്ക് നയിച്ചത്. ആ നയം നടപ്പാക്കിയത് കൊണ്ടാണ് BJP ഇവിടെ ശക്തിപ്പെട്ടത്. ഇന്ത്യയിൽ BJP ശക്തിപ്പെടാൻ തക്കവണ്ണം ഇന്ത്യ രാജ്യത്ത് പ്രതിസന്ധി വളർത്തിയത് കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളാണ്. ഇന്നും കോൺഗ്രസിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അത് തുടരുന്നു എന്ന് CPM-ൻ്റെ പ്രമേയത്തിൽ വായിച്ചാൽ നിങ്ങളെന്താ ആഭരണമായിട്ട് തലേ വെച്ചോ? ആ കോൺഗ്രസിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്നാണോ? എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണത്? BJP-ക്കെതിരായ രാഷ്ട്രീയ നിലപാടിനകത്ത് സ്വാർത്ഥ താല്പര്യം വെച്ച് മതേതരത്വത്തിൽ വെള്ളം ചേർക്കുന്നു കോൺഗ്രസ്. നിങ്ങൾക്കത് ആഭരണമാണോ? മധുരയിലെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയം ഞാൻ വായിക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ പ്രസക്തി എന്താണ്? എത്രത്തോളം അതിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുമോ, സുപരീക്ഷിതമായ പോരാട്ടത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നിടത്തോളം കോൺഗ്രസ്സിന് അവിടെ ഇടമുണ്ട്. അത് പ്രൊവൈഡഡ്. നിങ്ങൾ ഉറച്ചു നിൽക്കുകയോ ഇല്ലയോ? നിങ്ങൾ മൃദുഹിന്ദുത്വത്തിൻ്റെ പുറകെ പോയാൽ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു അത്രത്തോളം നിങ്ങളെ കൊള്ളാം. അത്രത്തോളം കൊള്ളാമെന്ന് പറഞ്ഞാൽ അത്രേ കൊള്ളാവുള്ളൂ എന്നുള്ളതാണ്. ബദലല്ല. ജമാഅത്തെ ഇസ്ലാമിയെ തോളത്ത് വെച്ച് SDP-യും തോളത്ത് വെച്ച് ബ്രദർഹുഡിൻ്റെ അവരുടെ പടവും വെച്ചുകൊണ്ട് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ തോളത്ത് വെച്ചാണ് ഇപ്പോൾ കേരളത്തിലെ UDF പ്രവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സഖ്യകക്ഷിയാക്കിയ UDF-നെ കുറിച്ച് ഞങ്ങൾ നല്ലത് പറയുമോ? അതുകൊണ്ട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് തുറന്നു കാട്ടപ്പെട്ട BJP-യെ പോലെ തന്നെ തുറന്നു കാട്ടപ്പെടുന്ന അപജയമുള്ള ബൂർഷ്വാ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ട്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് ജനങ്ങൾ തള്ളിക്കളയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ തലസ്ഥാനം BJP-യാണ്. അവർക്കെതിരായ ശക്തിയായ സമരത്തിൽ ഞങ്ങൾ ഊന്നുന്നു. അതുകൊണ്ട് ഇന്ന് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരായ ഈ കടന്നാക്രമണം അതൊരു തരത്തിൽ ന്യായീകരിക്കാവുന്നതല്ല. രാഷ്ട്രീയമായി ഞങ്ങളതിനെ എതിർക്കുന്നു. പക്ഷേ കോൺഗ്രസിന് ഇരട്ടത്താപ്പുണ്ട്. ഈ നേതാക്കന്മാർ വ്യക്തിപരമായി കോൺഗ്രസിൻ്റെ സ്വത്ത് സമ്പാദിക്കുന്ന തുറന്നു കാട്ടപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഞങ്ങൾ തുറന്നു പറയും. യെസ്, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ED മറ്റു കേസുകളുമായി പ്രതിപക്ഷ പാർട്ടികളെയും പൂട്ടാൻ ഇറങ്ങുമ്പോൾ, അവർക്കെതിരെ ഈ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഇറങ്ങുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നതും പ്രധാനമാണ്. അത് കൂടുതൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഇവിടുത്തെ മാധ്യമങ്ങളുമാണ് എന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞതിൻ്റെ അർത്ഥം. വളരെ നന്ദി ചർച്ച ചെയ്തതിന് ശ്രീ K. അനിൽകുമാർ, ഒപ്പം ശ്രീ N. ശ്രീകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.